ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് നല്ല ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണിക്കുള്ള ചോറ് ഇവിടെ റെഡിയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് ആദ്യം തന്നെ നല്ല ഉള്ളിയൊക്കെ പൊരിച്ച് കോരി വെക്കുകയാണ്. അത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടുകാണ്ട് പൊരിച്ച് വെക്കൂലേ, അതേപോലെ പൊരിച്ച് കോരി വെക്കുക കേട്ടോ ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ആ എണ്ണ നമുക്ക് വേസ്റ്റ് ആക്കാതെ തന്നെ അതിൻ്റെ മസാലകളും അതിൽ കൂട്ടി വെക്കാം. അപ്പോൾ കുറച്ച് നല്ലോണം മുരിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്കത് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുന്തിരി പിന്നിട്ട് കൊടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരട്ടുക. അപ്പോൾ മറ്റേ ഞാൻ സാധാരണ വാരി വെച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുകൊണ്ട്. ഇതിൻ്റെ അടുത്ത് കുറച്ച് ചോറുണ്ടായിരുന്നു, തലേന്നത്തെ ബിരിയാണിയാണ്. അപ്പോൾ അതിൽ ഇറച്ചിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ചോറിഞ്ഞ് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. കാരണം ഇന്ന് പണിക്കാർക്ക് ചോറും കുറച്ച് കുറവാണ്. അപ്പോൾ രണ്ടാമതൊന്ന് വെക്കും വേണം. ഇതിൽ ബിരിയാണി ഞാൻ കുറച്ച് കൊടുത്ത കൂട്ടത്തിൽ അതിലെ ഇറച്ചിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയിലെ വറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. അതിലെ കോഴിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ചുകൊണ്ട് റെഡിയാക്കി നോക്കിയതാണ്. ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിലും അത് പറയാൻ പറ്റാത്ത അത്രക്കും നല്ല ടേസ്റ്റുള്ളൊരു വിഭവമായിട്ട് മാറിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചേക്കാണ്. അത് നല്ല അരിഞ്ഞു പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് പൊരിച്ച് കോരിയ വെളിച്ചെണ്ണയിലാണ്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൽ നെയ്യ് ചേർത്തിട്ടില്ല. സൺഫ്ലവർ ഓയിലിൽ വേണമെങ്കിലും ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അധികം മുരിഞ്ഞ് പോവും വേണ്ട. പിന്നെ ഞാനിത് പച്ചക്കറീൻ്റെ ഇത് ഇടുകയായതുകൊണ്ട് തന്നെ നമ്മൾ ബീഫിൽ നിന്നൊക്കെ എടുത്ത് വെച്ച നെയ്യാണിത്. അതായത് ഡാൾഡിനും കാട്ടിയും കുറച്ചുകൂടി നല്ലത് ഇതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കിയെടുക്കട്ടെ. അതാണ് എനിക്ക് ഒന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. ചേർത്ത് കൊടുക്കാതെ ഉണ്ടാക്കുമായിരുന്നു നന്നായതും തോന്നി. കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ്. എനിക്ക് ഞാനിത് എടുത്ത് വെച്ചത് എന്തിനാ വെച്ചാൽ നമ്മൾ പച്ചപ്പട്ടാണി അതേമാതിരി കടലയൊക്കെ കറി വെക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയെടുത്താണ്. അപ്പോൾ കോളിഫ്ലവർ ഇതാ ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലൊന്ന് വഴറ്റി വരണം. അതേപോലെ ബീൻസും ഉണ്ട്, ഉരുളൻകിഴങ്ങും ഉണ്ട്. അപ്പോൾ അത് ഈ എണ്ണയിൽ ഒന്നുകൊണ്ട് വയന്ന് വന്നാൽ നമുക്കത് ഉടയാതെ കിട്ടാനും ഒരു സോഫ്റ്റ് പുറത്ത് പിന്നെ കുറച്ചുകൂടി ഒരു മുരിച്ചിൽ വരും ചെയ്യും. ഉള്ളിൽ നല്ല സോഫ്റ്റും ആവും നമ്മൾ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ. അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്നുണ്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ തന്നെയാണ് റെഡിയാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. പൊടിയുപ്പായാലും കല്ലുപ്പായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ അതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് വഴറ്റി റെഡിയാക്കി എടുക്കണം. നല്ല സോഫ്റ്റായി ഉള്ള ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ക്യാരറ്റ് നിങ്ങൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് നീളത്തിൽ നമ്മൾ ബീൻസ് നുറുക്കിയ പോലെ നുറുക്കി കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മുട്ട എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെ മസാല അതായത് ബിരിയാണിത്തെ ചോറാണ് ഇവിടെ ഉള്ളത്. അത് ഇവിടെ റെഡി ആയിക്കാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിലുള്ളതായിരുന്നു, ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടില്ല നിങ്ങൾ ഉപ്പും ഇതിലേക്ക് പിടിക്കും. അപ്പോൾ ഉപ്പ് ഇടുന്നതിന് മുമ്പ് നമ്മൾ പച്ചക്കറിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ കട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ പച്ചക്കറി ഇട്ട ഉടനെയാണ് ഈ ഉപ്പ് ഇട്ടതെന്ന് വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ അതൊന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ തക്കാളിൻ്റെ പുളിപ്പും ഉപ്പും എരിവും എല്ലാം കൂടി പിടിക്കുമ്പോൾ ഈ പച്ചക്കറിക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ വെറൈറ്റി ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട്. അതാണ് ഈ ചോറ് ഇത്ര ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ സോസ് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ഒഴിച്ച് കൊടുക്കാഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സോസ് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇതൊന്ന് 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഈ ഉപ്പും എരിവും പിന്നെ നമ്മളെ ഈ പുളിപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരണം. തക്കാളി ഉടഞ്ഞ് പോവണ്ട എന്നുള്ള എൽക്കാണ് ലാസ്റ്റൊക്കെ തക്കാളി ചേർത്തത്. പിന്നെ നമ്മൾ മസാല റെഡിയാക്കണ കൂട്ടത്തിൽ തക്കാളി ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്നുണ്ട് അരിഞ്ഞ് പോവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ അടുത്തിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കാതെ കേട്ടോ. പിന്നെ നമ്മൾ തൊടുവിലുണ്ട് മല്ലിക്കും പുതിനൊക്കെ കൂടി
ബദലുള്ള ഒരു ഇല. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് അതൊന്ന് പോയി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് അപ്പോഴാണ് ഞാൻ തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് മൂടി തുറന്നുകൊണ്ട് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വെന്ത് വരട്ടെ. തീ ആളി കത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിലെ വെള്ളം പറ്റുന്നുണ്ട് വറ്റിപ്പോവും. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ നിന്നൊക്കെ ഉപ്പിലുള്ളതും നമ്മൾ തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങി ആ ഒരു വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് റെഡിയാക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുകയാണ് അയക്കണമെന്ന്. ഞാൻ ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്കുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് നമ്മൾ ചെടിൻ്റെ ചോട്ടിക്ക് കൊണ്ടുപോയിടും ചെയ്യാം. നമുക്ക് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല എടുത്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് സാധാരണ ഇടുന്ന മരുന്ന മുളക് മരത്തിനും അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ഇല. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുണ്ടാവും. ഇപ്പോൾ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നല്ലോണം വെട്ടി തെളുത്തുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ മഴക്കാലമല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഈ പൂവുണ്ടല്ലോ ഇത് വലുതായി വന്നതിൻ്റെ ശേഷമാണ് ഇതിന്മേൽ നിറയെ തൈകളുണ്ടാവും. അത് ഈ ചെടി ഉള്ളവർക്ക് അറിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ലോണം അത് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കാണാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ കണ്ടില്ല നിങ്ങൾ വെള്ളമൊക്കെ റെഡിയായി നിൽക്കണ്. അതേപോലെ നമ്മളെ പച്ചക്കറി ഉടഞ്ഞു പോവില്ല. അതിനാണ് നമ്മൾ ആദ്യം എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുത്തത്. നേരെ മറിച്ച് നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുക്കാതെയാണ് ഇതിങ്ങനെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉടഞ്ഞു പോകട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. പിന്നെ ഈ പച്ചക്കറി നമ്മളിത് മൂടി വെക്കുന്ന സമയത്തേനും ഈ മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് എടുത്ത് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇതിലേക്ക് എനിക്ക് ദമ്മിടാൻ പറ്റൂല. അപ്പോൾ ഞാനൊരു അലുമിനിയം ചെമ്പട്ടിയിലേക്ക് മാറ്റി കൊടുത്തു അടി കട്ടിയുള്ള. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ പാത്രം കഴിക്കാൻ ചേർത്ത് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ചൂടുള്ള ചോറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് തളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതായത് ചൂടുള്ള ചോറെന്ന് ഉദ്ദേശിച്ച് നമ്മൾ തിളപ്പിച്ച് ഊറ്റിക്കാണ്ട് ഉടനെ വെക്കുന്ന ചോറാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഞാൻ അത് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് പിന്നെ തലേന്നത്തെ ബിരിയാണിയാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലേക്ക് നല്ല ഒന്ന് ചൂട് കയറി വരും ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് തണുത്ത പാടൊന്നും നിങ്ങളിത് യൂസ് ചെയ്യരുത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് നല്ലോണം തണുപ്പാറിയതാണ് ഉച്ചക്ക് പുറത്തേക്ക് എടുത്ത് വെച്ച സാധനമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് ദമ്മിട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണി എങ്ങനെ ദമ്മിട്ട് കൊടുക്കണോ അതേപോലെ തന്നെ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാണ്ട് പിന്നെ ഈ പച്ചക്കറിൻ്റെ ടേസ്റ്റ് കൂടി ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു വെറൈറ്റി സാധനങ്ങൾ ചേർക്കാണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കതൊന്ന് ദമ്മിട്ട് വെക്കണം. അതിന് ഞാൻ മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നീരുള്ള മുസമ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുസമ്പി ഇങ്ങനെ കട്ടിക്ക് വട്ടത്തിൽ നുറുക്കി കൊടുത്തതാണ്. അതിന് ശേഷം നമുക്കിത് ദമ്മിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ്. ആ ജ്യൂസിൻ്റെ ഇതുണ്ടല്ലോ അതൊക്കെ നമ്മൾ ചോറ്റിലേക്ക് ഉണ്ട് ഇറങ്ങിയിട്ട് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നാ അയച്ചിട്ട് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. കയ്പൊന്നും ഉണ്ടാവില്ല. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാൻ ഏതായാലും നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ടൊന്ന് ചുരുക്കി വെച്ച് കൊടുക്കണം. വേണ്ടിയില്ലെങ്കിൽ നന്നായിട്ട് ചുരുക്കി വെച്ച് കൊടുക്കണം. അതായത് നമ്മൾ ഈ ദമ്മിൽ കിടന്ന് വെന്തും അതിൻ്റെ ആവി വന്നിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് വെന്ത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 1/2 മണിക്കൂറിൽ മേലെ ചെറിയ തീയിലിട്ടിട്ടും അത് ഓഫാക്കിയതിൻ്റെ ശേഷം പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ദമ്മ് തുറക്കുന്നത്. നമ്മൾ ദമ്മൊന്ന് തുറന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ ചോറ് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചോറിൻ്റെ ടേസ്റ്റ് പറയാൻ നിൽക്കാൻ വയ്യ. ഇത് നിങ്ങൾക്ക് മന്തിൻ്റെ അരിയിലുണ്ടാക്കിയെടുക്കാം. ആ മന്തിൻ്റെ അരിയാണെന്നുണ്ടെങ്കിൽ 3/4 വേവിൽ വേവിച്ചിട്ട് ഇതിൻ്റെ മേലെ ആ ചൂടോടെ വെള്ളം ഉറ്റി പോവണീൻ്റെ ഇടയ്ക്ക് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ബിരിയാണീൻ്റെ അരിയാണെങ്കിൽ നെയ്ച്ചോറ് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇപ്പോൾ അതാ അതിലേക്ക് ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പൊരിച്ചത് ഇടാണ്ട് അതേമാതിരി നമ്മളെ കറുത്ത മുന്തിരി നമ്മളത് കുരുമില്ലാത്ത ജ്യൂസിൻ്റെ മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തോളി. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ വഴിയില്ല കേട്ടോ. അപ്പോൾ അതും നമ്മളെ ജ്യൂസിൻ്റെ മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്ത് ഇതൊന്നായിട്ട് ചോറ് തിന്നുമ്പോണ്ടല്ലോ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു മക്കളെ. അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയുന്നുണ്ട്. എല്ലാ ബിരിയാണിയും വേണ്ട നമ്മളൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെക്കുക. എന്നും ഒരേ ലെവലിൽ തന്നെ വെക്കണ്ടല്ലോ. അപ്പോൾ എണ്ണ പൊരിച്ച് കോരിയ എണ്ണ കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ അതിൽ ഞാൻ 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തുട്ടാ. ഞാൻ പറയേണ്ട നെയ്യും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് റെഡിയാക്കിയെടുത്തത്. ഇതാ ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്യണം. നമ്മൾ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചതല്ലേ.
അപ്പോൾ നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഉണ്ടാക്കാൻ മറക്കരുത്. ഇപ്പോൾ ഈ പെരുന്നാളും അതായത് നോമ്പൊക്കെ വരുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ അപ്പോൾ അതിലേക്ക് പൊരിച്ച് വെച്ച കോയും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ പൊരിച്ചതാണ്, അതായത് നമ്മൾ പൊരിച്ച് കോരിയ ഉള്ളിയിൽ പൊരിച്ച് കോരിയതായിരുന്നു. ആ ഒരു കോയും കൂടി 4 പീസ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴി ബിരിയാണിയോ പച്ചക്കറി ബിരിയാണിയോ അതേമാതിരി ഫ്രൂട്ട്സ് ബിരിയാണിയോ എന്ത് പേരും നിങ്ങൾക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാതെ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റും കൂടി വെച്ചിട്ട് ഒന്നും കൂടി ദമ്മിലിട്ട് റെഡിയാക്കി എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ രാത്രിക്കൊക്കെയുള്ള കഞ്ഞിപ്പരിപാടിയൊക്കെ അത് വേറെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കണ്ടില്ല നിങ്ങൾ, ഈ ചോറ് ഇങ്ങനെ കണ്ടാൽ തന്നെ വാരി തിന്നണം എന്നുള്ള തോന്നലാണ്. അപ്പോൾ ചോറ് വിളമ്പണ സമയത്താണ് ഞാൻ ഈ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി കൂട്ടി തിന്നുമ്പോണ്ടല്ലോ മക്കളെ, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ.